വീട്ടമ്മയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വ സ്വാഗതം. ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങിയൊക്കെ വന്ന് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അണിഞ്ഞൊരുങ്ങിയ സുന്ദരിയുടെ മനസ്സങ്ങോട്ട് ഉറപ്പിച്ചണിഞ്ഞൊരുങ്ങിയാൽ ഒന്ന് പേടിക്കുമോ മുമ്പിൽ നിൽക്കുന്നവർ? അതാണായാലും പെണ്ണായാലും. അങ്ങനെ ഒന്ന് പേടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പേടിപ്പെടുത്താനൊക്കെ ഉള്ള ചെറിയ ശ്രമം വീട്ടമ്മയുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് തോന്നി തുടങ്ങി അല്ലേ? എന്തായാലും വീട്ടമ്മയുടെ യാത്രയിൽ ഒപ്പം കൂടിയിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ആദ്യ പരിപാടിയിലേക്ക് കടക്കാം. വീട്ടമ്മയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും യുവർ അറ്റൻഷൻ പ്ലീസ് എന്ന വീട്ടമ്മയുടെ ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം. എനിക്ക് ചില ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് പരിചയക്കാരുണ്ട്. അതിൽ ചില ആൾക്കാർ ഒരു മാസത്തിന് ശേഷമാണ് ഏതെങ്കിലും കല്യാണം അല്ലെങ്കിൽ വിശേഷ അവസരങ്ങൾക്ക് കൂടാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം മുൻപേ ഒരുങ്ങാൻ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അതിന് ചേർന്ന ഡ്രസ്സ് വാങ്ങിക്കുക, ഡ്രസ്സിന് ചേരുന്ന ഓർണമെൻറ്റ്സ് വാങ്ങിക്കുക, അങ്ങനെ ഒരുപാട് ഒരുക്കത്തിൽ ശ്രദ്ധിക്കുന്ന കുറേയധികം ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒക്കെ കൗതുകത്തോടെ നോക്കാറുണ്ട്. കാരണം കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഞാൻ തലേദിവസമായിരിക്കും ഏത് ഡ്രസ്സ് ഇടണമെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്നത്. അപ്പോൾ പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് 1-2 മാസങ്ങൾക്ക് മുമ്പേ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, എത്ര ഒരുങ്ങണം, എങ്ങനെയൊക്കെ ഒരുങ്ങണമെന്ന് വളരെ കോൺഷ്യസ് ആകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന സെഗ്മെൻറ്റാണ് യുവർ അറ്റൻഷൻ പ്ലീസ്. വീട്ടമ്മയുടെ നമുക്കൊക്കെ പ്രയോജനപ്പെടുന്ന മറ്റൊരു സെഗ്മെന്റിലേക്ക് നമുക്ക് പോകാം. യുവർ അറ്റൻഷൻ പ്ലീസ്. സ്വാഗതം. യുവർ അറ്റൻഷൻ പ്ലീസ്. വീട്ടമ്മയുടെ എല്ലാ പ്രേക്ഷകർക്കും യുവർ അറ്റൻഷൻ പ്ലീസ് എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. തലമുടി നമ്മളെ ആകെ കുഴപ്പിക്കുന്നൊരു കാര്യമാണ്. രാവിലെ കുളിച്ച് അത് ഉണക്കണം, കെട്ടണം. നീളമുള്ള മുടി ഇപ്പോൾ ആരും പ്രിഫർ ചെയ്യാറേ ഇല്ല, ഷോർട്ട് ഹെയർസ്. പക്ഷേ നീളമുള്ള മുടി കൊണ്ട് വേറെയും ചില കാര്യമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടത്തിനനുസരിച്ച് അത് ഡിഫറെൻറ്റ് ഗെറ്റപ്പ് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാർട്ടി വന്നാലോ റിസപ്ഷൻ വന്നാലോ ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലാണെങ്കിലും എല്ലാവരുടെ മുമ്പിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ. ഇതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനും ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ അതിഥിയുണ്ട്. വേറെ ആരുമല്ല, റീംസ് ഹെർബൽ ബ്യൂട്ടി ക്ലിനിക് ഉടമസ്ഥയും പ്രശസ്ത ഹെയർ ഡിസൈനർ കൂടെയായ ഡോക്ടർ റീമ പത്മകുമാർ. ഹായ് ചേച്ചി, വീട്ടമ്മയിലേക്ക് സ്വാഗതം. ഇന്ന് ഏത് ഹെയർ സ്റ്റൈലാണ് ഞങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്? എന്ത് ചെയ്യാൻ പോകുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഹെയറിന് ചെയ്യാവുന്ന ലോങ് ഹെയർസിന് അല്ലേ? അതെ, ലോങ് ഹെയറിന്. ഇപ്പം കൂടുതലും ലോങ് ഹെയർ അധികം ഉണ്ടാവാറില്ല. അങ്ങനെ വരുമ്പോൾ ബ്രൈഡ്സിന്, ക്രിസ്ത്യൻ ബ്രൈഡാണ്, നല്ല ലോങ് ഹെയർ വന്നിട്ട് ചെയ്യാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട ശേഷം മുടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാമ്പു ചെയ്യുക, കണ്ടീഷനിങ് ചെയ്യുക. അതിനുശേഷം കണ്ടീഷനിങ് തന്നെ ബ്യൂട്ടി ക്ലിനിക്കിൽ ഇപ്പം ഡീപ്പ് കണ്ടീഷനിങ് ഉണ്ട്, ഹെയർ സ്പാ പോലുള്ള. ഡീപ്പ് കണ്ടീഷനിങ് എന്ന് പറയുമ്പം ഈ ഡാമേജ്ഡ് ഹെയർ, ഡൾ ഹെയർ, അങ്ങനെയുള്ള ഹെയറിന് ഒരു ഇങ്ങനെ എന്താ പറയുക, ഒരു ഹെൽത്ത് ഇല്ലാത്ത ഹെയർ ആയിട്ട് തോന്നും. അത് ഈ സ്പാ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ മുടിക്ക് കുറച്ചുകൂടെ ഹെൽത്ത് കിട്ടും, കാണുമ്പോൾ ഒരു ഷൈനിങ് കിട്ടും, നല്ല തിളക്കവും മിനുസും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സ്പാ ട്രീറ്റ്മെന്റ്. ആ സ്പാ ട്രീറ്റ്മെന്റ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമോ? അതോ വീട്ടിൽ ചെയ്യാൻ പറ്റുമോ? അത്രത്തോളം റിസൾട്ട് കിട്ടില്ല. കാരണം ഹെഡ് സ്റ്റീമർ എല്ലാം വേണ്ടി വരും. സ്റ്റീമർ യൂസ് ചെയ്ത് വേണം. സ്റ്റീമർ ഉണ്ടാവില്ലല്ലോ, സ്റ്റീമർ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ആ സ്റ്റീമറിൽ സ്റ്റീം കൊടുത്താൽ മാത്രമേ ഈ ക്രീം മാത്രമല്ല ഹെയറിലോട്ട് പെനട്രേറ്റ് ചെയ്ത് പോവുള്ളൂ. ആ ഒരു സ്റ്റീമിലൂടെ ഹെയർ ഫോളിക്കിൾ ഓപ്പണായി അത് ഹെയർ ഫോളിക്കിളിലോട്ട് പെനട്രേറ്റ് ചെയ്ത് നന്നായിട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ മുടി അങ്ങോട്ട് നല്ല ഷൈനിങ് ആയിട്ട് തുടങ്ങും. അപ്പോൾ ഒരു 6 ട്രീറ്റ്മെൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും മുടി നല്ല ഷൈനിങ് ആവും. അതാണ് നമ്മൾ പറയുന്നത്. സ്ട്രൈറ്റനിങ് ചെയ്ത മുടിക്കും അങ്ങനെ ചെയ്യുക, കളേർഡ് ഹെയറിന് ചെയ്യുക. നിരന്തരമായിട്ട് നമ്മൾ കെമിക്കൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മുടി കുറച്ച് എനിക്ക് തോന്നുന്നു റെഗുലർ ആയിട്ട് ഈ കളറൊക്കെ യൂസ് ചെയ്യുമ്പോൾ മുടിക്ക് ഒരുപാട് നര അതുപോലുള്ള സംഭവങ്ങൾ വരില്ലേ? നര ഒരു പരിധി വരെ പാരമ്പര്യമാണ്. പിന്നെ നമ്മൾ ഒരു എന്തെങ്കിലും മെഡിസിൻസ് പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്. ഇപ്പം കളേഴ്സ് യൂസ് ചെയ്യാൻ ഇപ്പം ലോ ക്വാളിറ്റി അതും ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ മലയാളികൾക്കിടയിൽ. അത് വലിയൊരു ഇതില്ല. കാര്യം ഏതൊരു മാർക്കറ്റിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞത്
ചെയ്ത് നോക്കി. പക്ഷെ ഒന്ന് സൂക്ഷിക്കേണ്ടത് നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും അല്ലേ. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെ എപ്പോഴും ബ്രാൻഡഡ് നല്ല ക്വാളിറ്റി സാധനങ്ങൾ. അത് പലർക്കും അറിയില്ല, അല്ലെങ്കിൽ അറിയാമെങ്കിൽ തന്നെ അത് ആരും അത് ചെയ്യില്ല. മേക്കപ്പ് ആയാലും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്സ് എല്ലാം അങ്ങനെ യൂസ് ചെയ്യേണ്ടതും എല്ലാം വളരെ നല്ല ക്വാളിറ്റി. നമ്മുടെ സ്കിന്നാണ്, നമ്മുടെ ഹെയർ ആണ്. അപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങൾ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി നമുക്ക് തോന്നുന്ന സാധനങ്ങൾ വാങ്ങി അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് ഒരു പക്ഷെ അത് സ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കത് ആകണം എന്നില്ല. ചിലപ്പോൾ അത് അലർജി ആകാം, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കണ്ടീഷണറായാലും മുടി ഏത് ടൈപ്പ് ഹെയർ ആണെന്ന് നോക്കി വേണം യൂസ് ചെയ്യാൻ. ഡ്രൈ ഹെയർ ആണെങ്കിൽ മാത്രം ആ ഡ്രൈ ഹെയറിനുള്ള ഡ്രൈ ആൻഡ് ഡാമേജ്ഡ് ഹെയർ എന്ന് പറഞ്ഞ് അതിൻ്റെ കണ്ടീഷണർ വരുന്നുണ്ട്. അതാണ് ഡെയിലി യൂസ് ചെയ്യാൻ ചെയ്യുന്നത്. വൺസ് ഇൻ 3 days യൂസ് ചെയ്താൽ മതി, എല്ലാ ദിവസവും വേണമെന്നില്ല, അങ്ങനെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ കണ്ടീഷനിങ് ഒക്കെ ചെയ്യുന്ന മുടിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കുട്ടി ആ ഹെയറിനെ കുറിച്ച് നല്ല അവെയർ ആണ് എന്ന് നമുക്ക് തോന്നാം. അങ്ങനെ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കുട്ടിയുടെ മുടി നല്ല ഷൈനിങ് ഉള്ള നല്ല മുടിയാണ്. പിന്നെ അതുപോലെ ചെറിയ കുട്ടി ആയതുകൊണ്ട് മുടി നല്ല ഒരു അത്ര ഡാമേജ് ആകാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അപ്പോൾ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ മുടിയിൽ ഓരോ തനിയെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുടിയെ ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ ഒരു ശരിക്കും ഒരു അറിയാൻ പാടില്ലാതെ എന്തെങ്കിലുമൊക്കെ വാരി ഇട്ട് ആ മുടിയെ ഇല്ലാതാക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും ഇങ്ങനെ പാർലറിൽ വരാറുണ്ട്. മുടി ഇങ്ങനെ ചില കുട്ടികൾക്ക് ഇപ്പം ഞാൻ കേട്ടതാണ് ഈ മുഖത്തിടുന്ന ബ്ലീച്ച് തന്നെ ഹെയറിൽ തേക്കുന്ന ഒരു പതിവുണ്ട് ചില കുട്ടികൾക്ക്. അത്യാവശ്യം ആ ഭാഗം മാത്രം ഒന്ന് കളർ കിട്ടാൻ വേണ്ടി നമ്മുടെ മുഖത്തിടുന്ന ഫേസിലിടുന്ന ബ്ലീച്ച് ഫെം പോലുള്ള ബ്ലീച്ചസ് ഹെയറിൽ അപ്ലൈ ചെയ്യണം. അപ്പം തൽക്കാലത്തേക്ക്. പക്ഷെ അതൊക്കെ എത്ര ദോഷമാണെന്ന് ആരും മനസ്സിലാക്കുന്ന പോലും. അതുപോലെ അയൺ ചെയ്യുന്നതിന് പകരം വീട്ടിൽ സ്ട്രൈറ്റനിങ് അയൺ കാണില്ലല്ലോ, ഡ്രസ് അയൺ ചെയ്യുന്ന അയൺ വെച്ച് മുടി ഇങ്ങനെ മേശയിൽ വെച്ചിട്ട് അയൺ ചെയ്തിരുന്ന കുട്ടികൾ വരെ ഉണ്ട്. അങ്ങനെ വരെ പറയുമ്പോൾ ഇത് നമ്മൾ തമാശയായിട്ട് തോന്നിയാലും ഭയങ്കര അപകടം പിടിച്ച കാര്യം. കുട്ടികൾക്ക് ഇത് അറിയില്ല. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയും കുഞ്ഞുമായിട്ടൊരു പാർലറിൽ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആദ്യം പറയാനുള്ളത് കുട്ടി മുടി സൂക്ഷിക്കില്ല എന്നാണ് എപ്പോഴും പറയാറുള്ളത്. മുടി ഒട്ടും സൂക്ഷിക്കില്ല ഈ കുട്ടി എന്ന് പറയും. അപ്പം മിക്കവാറും അമ്മമാരുടെ ഒരു പരാതിയാണ്. കുട്ടികൾക്ക് ആ ഒരു പ്രായത്തിൽ അവർ എത്ര സൂക്ഷിച്ചില്ലെങ്കിലും മുടി വളരും. അതുകൊണ്ട് കുട്ടികളെ സൂക്ഷിക്കില്ല. അമ്മമാർക്കെന്ന് വെച്ചാൽ അതിന്റെ മുടി കുറെ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു അനുഭവം ഉള്ളത് കൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയും. അപ്പൊ പറയും ഇങ്ങനെ സൂക്ഷിക്കുന്നില്ല എന്ന് പറയും. പക്ഷെ പ്രായത്തിൽ നമ്മൾ മുടി സൂക്ഷിച്ചാൽ നമുക്ക് ആവുന്ന പ്രായം വരെ നമ്മുടെ മുടി അതുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ കെയറിങ് അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫുഡ് കഴിക്കുക, ടെൻഷൻ അടിക്കാതെ നല്ല ഫുഡ് കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക. പിന്നെന്താ ഈ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സ് ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരിക്കലൊക്കെ എണ്ണ തേച്ച് നന്നായിട്ടൊന്ന് കുളിക്കുക. ഇതൊക്കെ ഈ 3-4 കാര്യങ്ങൾ ചെയ്താൽ ശരിക്കും എല്ലാവർക്കും നല്ല ഹെയർ ഉണ്ടാകും. പിന്നെ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക. വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഷാംപൂസ് ഇപ്പം ഓരോ പരസ്യങ്ങൾ കണ്ടിട്ട് എല്ലാം ഇങ്ങനെ വാരി തേക്കാതെ ഏതെങ്കിലും ഒന്ന്. ഒരിക്കലും നമ്മൾ നമ്മുടെ ഷാംപൂസും കണ്ടീഷണറും മാറ്റി ഉപയോഗിക്കരുത്. ഏതാണ് നമുക്ക് സ്യൂട്ട് ചെയ്യുന്നത് തോന്നിയാൽ അത് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ആ മുടിയിൽ ചേരുന്നത് നോക്കി മാത്രം നമ്മൾ കണ്ട് എത്തി അത് സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ലോങ് ഹെയറിന് ചെയ്യാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ ലെങ്ത് ഉള്ള മുടിക്കും ഇത് ചെയ്യാവുന്നതാണ് ഈ ഹെയർ സ്റ്റൈൽ. നമുക്ക് ആദ്യം ഹെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യേണ്ട രീതിയിൽ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത ശേഷം ഒരു പോണിറ്റെയിൽ കംപ്ലീറ്റ് മുടിയും കൂടെ ഒരു പോണിറ്റെയിൽ ഒറ്റ പോണിറ്റെയിൽ ചെയ്യുക. പോണിറ്റെയിൽ ചെയ്ത ശേഷം അതിൻ്റെ ഈക്വൽ പാർട്ടായിട്ട് രണ്ട് പാർട്സ് ആയിട്ട് ആക്കുക. ആക്കിയ ശേഷം അതിനെ ഒന്ന് ടൈ ചെയ്യുക. രണ്ട് റോളും രണ്ട് അത് രണ്ടും കൂടെ ഒന്ന് ടൈ ചെയ്യും. ടൈ ചെയ്ത ശേഷം അതിനെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു കെട്ടിടുക. അപ്പോൾ ശരിക്കും നല്ല ലോങ് ഹെയർസ് വേണം. ലോങ് ഹെയർ വേണം. ഇതിനേക്കാളും നീളം വേണം മുടി. 2 കെട്ട്. ഇതിപ്പോൾ ലെങ്ത് കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കെട്ടുവാണ്. ലെങ്ത് കൂടുതലാണെങ്കിൽ ഇതിനെ കറങ്ങിക്കൊണ്ടുവന്ന് ഇതിൻ്റെ അടിയിൽ കെട്ടിടും. ഇതിപ്പോൾ ലെങ്ത് കുറവായതുകൊണ്ട് ചുറ്റി വരാനായിട്ടുള്ള നീളമില്ല. മൂന്നാമത് ഒരു കെട്ട് 3 കെട്ടിട്ടു. ഇനി അതിൻ്റെ ബാലൻസ് ഹെയർ അകത്തോട്ട് വെച്ച് ക്ലിപ്പ് ചെയ്യും. ഇതിന് കൂടുതൽ യു പിന്നാണ് യൂസ് ചെയ്യേണ്ടത്. യു പിൻ.
പിന്നെ ആയതുകൊണ്ട് ഇങ്ങനെ നല്ല ഡെപ്തിലോട്ട് ഇറങ്ങിയിരിക്കും, അപ്പോൾ പെട്ടെന്ന് ഇളകി വരില്ല. സ്ലൈഡ് പറ്റില്ല ഈ ഹെയർ സ്റ്റൈലിലൊക്കെ. യു പിന്നാകുമ്പോൾ അത് ആഴത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് അത് മുടി അങ്ങനെ തന്നെ ഫിക്സ് ചെയ്തിരിക്കും. താഴെയും കുത്തണം അല്ലേ? താഴെ അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരും. അതുകൊണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും നമുക്കൊരു സേഫ്റ്റിക്ക് എത്ര നമ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. യു പിൻ ബ്രൈഡൽ ഹെയർ സ്റ്റൈലൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം രാവിലെ ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിയുമല്ലോ പിന്നെ അത് ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സമയം ലാസ്റ്റ് ചെയ്യണം. അത് കാരണം കൂടുതൽ ഹെയർ പിൻ യൂസ് ചെയ്യണം. അതിന് ശേഷം ഒരു ഹെയർ സ്പ്രേ ചെയ്ത് നീറ്റാക്കണം അല്ലേ? ഈ ഹെയർ സ്പ്രേക്കും അങ്ങനെ വ്യത്യാസമുണ്ടോ? ഇന്ന മുടി സ്പ്രേ പല ടൈപ്പ് ഉണ്ട്. വളരെ സ്റ്റിക്കി ആയിട്ടുള്ള ഹെയർ സ്പ്രേ ഉണ്ട്, അത്ര സ്റ്റിക്കി അല്ലാത്തതുണ്ട്. നമുക്കിങ്ങനെ മുടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെയർ സ്പ്രേ ചെയ്യണമെങ്കിൽ സ്റ്റിക്കി ഇതുപോലുള്ളത് യൂസ് ചെയ്യണം. അതേസമയം കംപ്ലീറ്റ് ഇപ്പോൾ ഹെയർ അയൺ ചെയ്തിട്ടു, ജസ്റ്റ് ഒരു ടെമ്പററി സ്ട്രൈറ്റനിങ് ആണല്ലോ, അയൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്റ്റിക്കി ആയിട്ടുള്ള സ്പ്രേ വേണം സ്പ്രേ ചെയ്തിടാൻ. അപ്പോൾ അതങ്ങ് ഫിക്സ് ആയിരിക്കും, നെക്സ്റ്റ് വാഷ് വരെ അതായിരിക്കും. അതേസമയം നമ്മൾ ടെമ്പററി സ്ട്രൈറ്റനിങ് ചെയ്ത ഒരു കുളിയൊക്കെ കഴിഞ്ഞാൽ അത് പോകും അല്ലേ? പോകും. അതുവരെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റിക്കി ആയിട്ടുള്ള അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇത് കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടാനുസരണം ഇങ്ങനെ ഒരു ഇതുപോലുള്ള ഹെയർ ഡെക്കറേഷൻസ് ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് കൂടിയാണ് ഇതുപോലുള്ള ഹെയർ ഇങ്ങനെ ഒരു സൈഡിലോട്ട് വെച്ച് ഇങ്ങനെ ഇതിപ്പോ ഒരുപാട് കളേഴ്സിലും ഒരുപാട് ഷേപ്സിലും കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഡ്രസ്സിനെ മാച്ച് ചെയ്ത് പിങ്ക് കളർ അല്ലേ? നല്ല രസമുണ്ട്. പിങ്ക് കളർ ഡ്രസ് ഒക്കെ ഇട്ട ഒരു പിങ്ക് ചുരിദാറൊക്കെ ആണെങ്കിലും അതിങ്ങനെ ഒരു പിങ്ക് ഡിഫറെന്റ് കളേഴ്സ് കിട്ടുമായിരിക്കും അല്ലേ? ഇങ്ങനെ ചെയ്യാം. ഇതൊരു ഡെക്കറേഷൻ, ഇങ്ങനെ ചെയ്യാം. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ടൈപ്പ് ഈ പിങ്ക് മാറ്റിയിട്ട് ഈ വൺ സൈഡ്, ഇപ്പോഴും ഒരു ഫാഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വൺ സൈഡ്. എൻ്റെയും വല്ലാത്തൊരു ക്രേസാണ് ഇതുപോലുള്ള ഹെയർ ഡെക്കറേഷൻ കാണുമ്പോൾ എനിക്കങ്ങ് എന്ത് രസമാണ് നോക്കുക. ആ ഹെയർ ഡെക്കറേഷൻ കൂടെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയാവും ഇതുപോലെയൊക്കെ ഒന്ന് ഒരുങ്ങാൻ വേണ്ടി. സത്യം ഇതിപ്പോൾ വീട്ടമ്മമാരിത് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആഗ്രഹമില്ല ഇതുപോലെയൊക്കെ ഒന്ന് ഒരുങ്ങി ഒരു കല്യാണത്തിന് പോകണം എന്ന്. പിന്നെ ഇത് പാർട്ടി അല്ലാതെ നമുക്കിപ്പം ബ്രൈഡൽ അല്ലാതെ ചെയ്യുവാണെങ്കിൽ ഇപ്പം അമ്മമാർക്കൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ ക്ലിപ്പ് ഒന്നും വെക്കാതെ ജസ്റ്റ് കെട്ടി മാത്രം വെച്ചാൽ ഇപ്പൊ ഇത്ര ലെങ്ത് ഇല്ല മുടി, അമ്മമാർക്ക് ഇങ്ങനെ കെട്ടണം അങ്ങനെ വരുവാണെങ്കിൽ ഈ മുടിയുടെ കൂടെ തന്നെ നമ്മൾ ഫേൾസ് ഹെയർ ഇല്ലേ അത് കൂടെ ഫിറ്റ് ചെയ്തിട്ട് ഇതുപോലെ രണ്ടായിട്ടെടുത്ത് കെട്ടിട്ട് ഇങ്ങനെ ചെയ്ത് ചിലപ്പോൾ ഈ ബ്രൈഡ്സ് തന്നെ വന്നിട്ട് അമ്മമാർക്ക് ചെയ്ത് കുട്ടികൾക്ക് റെഡി ആയി കഴിയുമ്പോൾ എനിക്കും കൂടെ ഒന്ന് തല കെട്ടി തരൂ എന്നൊക്കെ പറയാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. മുടി കാണില്ല, പക്ഷെ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ വേണം, കുട്ടിയുടെ അമ്മയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്തു കൊടുക്കാം. അപ്പൊ എന്തായാലും നല്ലൊരു ഹെയർ സ്റ്റൈൽ ഞങ്ങൾക്ക് വീണ്ടും കാണിച്ചതിന് റീമ ചേച്ചി ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് പഠിക്കണം എന്നുണ്ട്. വീട്ടമ്മയുടെ എല്ലാ പ്രേക്ഷകരും ചേച്ചിയുടെ അടുത്ത ഹെയർ സ്റ്റൈലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് താങ്ക്സ്. നന്ദി.